ഇത് കണ്ടോ, ഇത് മൊത്തം മലവേപ്പിൻ്റെ തൈകളാണ്. അതും വെറും 16 രൂപയ്ക്ക്. ഈ 16 രൂപയ്ക്ക് ഈ മാസം 20-ാം തീയതി വരെ നിങ്ങൾക്ക് വാങ്ങാൻ നല്ലൊരു അവസരമാണ് അഞ്ചൽ ഓർഗ പ്ലാന്റിൽ. 7 വർഷം കഴിയുമ്പോഴത്തേക്ക് ശേഷം ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ വരുമാനമായിട്ട് വരും. അപ്പോൾ 2 ഗുണമുണ്ട്. അപ്പോൾ നമുക്ക് കുരുമുളകിൽ നിന്നും നമുക്ക് ആദായം ഉൽപ്പാദിപ്പിക്കാം, കിട്ടുന്ന ലഭിക്കും, നമുക്ക് തടിയിൽ നിന്ന് ലഭിക്കും. കുരുമുളകിന് ഇടുന്നത് കുരുമുളക് എടുത്തോളും. ഇതിന് പ്രത്യേകിച്ച് വളം ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലൈവുഡ് വ്യവസായത്തിന് വേണ്ടി ഇഷ്ടം പോലെ അവർക്ക് തികയുന്നില്ല സാധനം, ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നുണ്ട്. 30 രൂപയുടെ മലവേപ്പ് നിങ്ങൾക്ക് 16 രൂപയ്ക്ക് തരും. 1-2 അല്ല, ശരിക്ക് കളക്ഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അഞ്ചൽ ഓർഗ പ്ലാന്റ്സിലാണ് ഈ മലവേപ്പ് ഉള്ളത്. അപ്പൊ ഈ മലവേപ്പ് കൊണ്ട് എന്തൊക്കെ പ്രയോജനം അറിയണ്ടേ? നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഈ മലവേപ്പ് അത്ര വലിയ പ്രചാരത്തിലായിട്ടില്ല. പക്ഷെ ആ സമയത്താണ് ഈ ഓർഗ പ്ലാന്റ് ഇത് നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത് ഈ മലവേപ്പിൽ എന്തൊക്കെ കൃഷികൾ ചെയ്യാൻ പറ്റും? ഇതുകൊണ്ട് ഒരു വാങ്ങിക്കുന്ന ഒരാൾക്ക് എന്ത് ഗുണമാണുള്ളത്? സാധാരണഗതിയിൽ ഇത് ആൾക്കാർ തരിശ് ഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇത് 3 കൃഷികളാണ് ഇത് ചെയ്യുന്നത്. 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഒന്ന് തടികൃഷി, തടിക്ക് വേണ്ടി 7 വർഷം കഴിയുമ്പം ഇതിനെ മരമാക്കി വിൽക്കുക. ഏകദേശം ഒരു 7 വർഷം കഴിയുമ്പോഴത്തേക്ക് ശേഷം ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ വരുമാനമായിട്ട് വരും, വലിയ ചെലവില്ലാതെ. അതാണ് ഒന്നാമത്തെ രീതി. അത് 5 അകലത്തിനെ പ്ലാന്റ് ചെയ്യണം. 5 അകലത്തിനെ പ്ലാന്റ് ചെയ്ത് അതിനെ ഞങ്ങളടുത്ത് ചോദിച്ചാൽ മതി. ഞങ്ങൾ പറയുന്ന വളങ്ങൾ കൊടുത്ത്, രാസവളമുണ്ട്, കൊടുത്ത് വളർത്തിയെടുത്താൽ കറക്റ്റ് 7 വർഷം കഴിയുമ്പോൾ അതിനെ തടിയാക്കി വിൽക്കാൻ പറ്റും. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പൊ ഈ 7 വർഷം നമുക്ക് തടിയിട്ട് വെക്കാം. അത് 5 അടി അകലത്തിൽ നടണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ റബ്ബറൊക്കെ നഷ്ടമാണ് എന്നൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ, അല്ലെങ്കിൽ ഈ തെങ്ങുംപുരയോടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതെ, പ്രകാശം വേണം, അത്രേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞാൽ പ്രകാശം വേണം, അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു മരമാണ്, ഏറ്റവും പറ്റിയ മരം. നമ്മുടെ മലവേപ്പ് ഏറ്റവും പറ്റിയ മരമാണ്. ഈ മലവേപ്പില് നമ്മൾ ഈ 5 അടി അകലത്തിൽ നടന്നത് 6 വർഷം കഴിയുമ്പോൾ നമുക്ക് 7 വർഷം തടി കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അടുത്തൊരു പ്ലാനിംഗ് ഉണ്ട്. ഇടയ്ക്ക് ചോദിക്കട്ടെ, അപ്പൊ ഇത് നടുമ്പം വെറുതെ നട്ടു വെച്ചോ? വെള്ളം അതിന് ഒരു ബേസിക് ഫെർട്ടിലൈസർ ഉണ്ട്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, അങ്ങനെ ഒരു ഫെർട്ടിലൈസർ ഉണ്ട്. അടിസ്ഥാന വളം കൊടുത്ത് നടാൻ പറ്റും. പിന്നെ നമ്മൾ ഫസ്റ്റില് വെള്ളം വേണം. വെള്ളം മഴയത്തല്ല നമ്മൾ കൃഷി ചെയ്യുന്നത്. വെള്ളം വേണം. വെള്ളം കുറച്ച് ഉണക്കത്തും കൂടെ വെള്ളം ഇതിന് സൗകര്യം ഉണ്ടെങ്കിൽ നല്ല. അത് പെട്ടെന്ന് വെള്ളം പിടിച്ച് ഒരു നല്ലോണം വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്, വെള്ളം പിടിച്ച് പടുന്നുണ്ട്. തുണക്കത്തൂടെ കുറച്ച് വെള്ളം വേണം. അപ്പൊ എന്റെ സംശയം കിട്ടെ, അപ്പൊ നമുക്ക് ഈ വെള്ളമുള്ള വയലിലേക്ക് പണ കോരിട്ട് നട്ടാ പ്രശ്നമുണ്ടോ? പണ കോരി നട്ടേക്കണം, അല്ല പണ കോര നടണ്ടേ. പണ കോരി നടാം, പക്ഷെ ചതുപ്പ് നിലങ്ങൾ ഒഴിവാക്കണം. ചതുപ്പ് നിലങ്ങളിൽ നമ്മുടെ മലവെപ്പ് പരമാവധി ഒഴിവാക്കുന്നേ വൃത്തി. 7 വർഷം കഴിഞ്ഞത് എവനെ നമ്മൾ മുറിച്ച് വിൽക്കാം. ഒരു പക്ഷെ മുറിച്ച് വിൽക്കുന്നില്ല. ഇതിൽ മറ്റെന്തെങ്കിലും കൃഷികൾ ചെയ്യാൻ പറ്റും? 2 രീതി ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ 5 അടി അകലത്തിൽ നട്ടേക്കുന്നത്. അപ്പോൾ കുരുമുളക് ചെയ്യാൻ പറ്റും. കുരുമുളക് ചെയ്തതിന് കുറച്ചും കൂടെ അകലം വേണം. 10 അടി അകലമാക്കും. പക്ഷെ നമ്മൾ അങ്ങ് 5 അടി അകലം നട്ട് പോയെന്ന് വെച്ചോ, നമുക്ക് ഇടയ്ക്ക് വെച്ച് മുറിക്കാം. ഇടയ്ക്കിടന്ന് മുറിച്ച് കൊടുക്കാമല്ലോ. പിന്നെ അതിനെ 20 അടി 20 അല്ല, അതിന് ബാക്കിയുള്ളതിനകത്ത് നമ്മൾ കുരുമുളക് വിട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഭാവിയിൽ കുരുമുളകിന്റെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിൽക്കാൻ പറ്റും. മാക്സിമം ഒരു കുരുമുളകിൽ നിന്ന് മാക്സിമം വിളവ്, അത് 20 വർഷം 25 വർഷം വരെയൊക്കെ വിളവെടുത്ത ശേഷം പിന്നെ അത് സംഭവിക്കുന്നത് ഈ കുരുമുളക് പോകുമ്പം ഇതിനെ തടിയാക്കി വിൽക്കാൻ പറ്റും. ഇത് എത്ര വർഷം വരെ നിൽക്കും ഈ മരം? ഈ മരം നല്ലോണം ആയുസുള്ള മരങ്ങളാണ്, ലോങ് ലൈഫ് ആണ്. അത് നമ്മൾ മുറിച്ചു കൊടുക്കുന്നത് തടിക്ക് വേണ്ടി മുറിച്ചു കൊടുക്കും. അപ്പൊ 2 ഗുണമുണ്ട്. അപ്പൊ നമുക്ക് കുരുമുളകിൽ നിന്നും നമുക്ക് ആദായം ഉൽപ്പാദിപ്പിക്കാം, കിട്ടുന്ന ലഭിക്കും, നമുക്ക് തടിയിൽ നിന്ന് ലഭിക്കും. മൂന്നാമത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 10 അടി അകലത്തിൽ നമ്മൾ നടുക, നട്ടിട്ട് ഒരു 20 അടി ഹൈറ്റിൽ വെച്ച് മുറിച്ചു കൊടുക്കുക. ആദ്യമേ തന്നെ മുറിച്ചു കൊടുക്കുക, എന്നിട്ട് കുരുമുളക് പക്ക ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഹൈറ്റിൽ വെച്ച് മുറിക്കുമ്പോൾ ഇതിന്റെ മേൽഭാഗം മൂടി കെട്ടിയോ വേണം. അത് നമ്മൾ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഫംഗസ് വിഷം വരാനുള്ള കോപ്രോക്സിക്ലോറൈഡോ സാഫോ വെച്ച് തേച്ച ശേഷം പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ കപ്പെടുത്ത് കമത്തി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുത്ത് കെട്ടിയാൽ മതി. കെട്ടിയാൽ അതുപോലെ ചീഞ്ഞൊന്നും പോകത്തില്ല. അതിനകത്ത് എന്ത് വേണം? കുരുമുളക് കയറ്റി വിടുക. എന്ത് ചെയ്യും? കുരുമുളക് അവിടെ കിടന്നോളും. മലവേപ്പ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ ഒരു കർഷകൻ ആഗ്രഹിച്ചാൽ നമ്മൾ ഫുള്ള് പ്ലാന്റ് ചെയ്ത് നമ്മൾ അതിനകത്ത് നമ്മുടെ തന്നെ കുരുമുളക് തൈ കൊണ്ട് ചെന്ന് വെച്ച് പിടിപ്പിച്ച് റെഡിയായി കൊടുക്കും. അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അത് വേറെ വിഷയം. മലവേപ്പ് ഇപ്പം വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷമേ കുരുമുളക് വെക്കാം. അത് തന്നെ അടുത്ത വർഷം അത് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോഴേ ഇപ്പം ഈ സാധാരണ ഇപ്പൊ നമുക്ക് കാണുന്ന ഈ ചതുപ്പ് നിലങ്ങളിലൊക്കെ കോൺക്രീറ്റില് തൂണിലും അതുപോലെ PVC പൈപ്പിലും ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്, കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഉണ്ട് കർഷകരുണ്ട്. ഒരു പക്ഷേ അതിനേക്കാളും സക്സസ് അല്ലേ ഇതാ? പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് കുറവല്ലേ? നമുക്കൊരു എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്തുവാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടി കോസ്റ്റ് കൂടിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അത് നമുക്ക് ദോഷം ചെയ്യത്തേ ഉള്ളൂ. രണ്ടാം ദോഷം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺക്രീറ്റ് പൈപ്പിന്റെ അതിൽ വരുന്ന വേരുകളുണ്ടല്ലോ, ഈ ചെടി കുരുമുളകിന്റെ വേരുകൾ ഭയങ്കരമായിട്ട് ചൂട് വന്നിട്ട് ഇതിന്റെ ചൂട് കാലത്ത് ബാധിക്കും. ഈ 2 പ്രശ്നങ്ങളുണ്ട്.
ഞങ്ങൾ അതുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കൂടുതലും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കൂടുതലും മലവേപ്പ്, അതുപോലെ തന്നെ പയ്യാനി തൈകൾ, ആടാൻ തൈകൾ, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. മറ്റുള്ള തൈകളും ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ പി വി സി പൈപ്പിലും PVC പൈപ്പിലും കോൺക്രീറ്റിലും ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ PVC പൈപ്പ് ചെയ്യുന്നതിന്റെ വാർത്തകളൊക്കെ വളരെ ധാരാളം വന്നിട്ടുണ്ട്. ഞങ്ങളും അത്തരം വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പ്രവാസിയായ ഒരാൾ പെട്ടെന്ന് വരുമ്പോ നമുക്കെന്താ ചെയ്യാം, ഈ സാധനത്തിന് ലഭ്യത കുറവുണ്ട് നമ്മുടെ നാട്ടിൽ. ഞങ്ങൾ കൊടുക്കും, എത്ര ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ഞങ്ങളുടെ ഉണ്ട്. ഇതിന് നമ്മൾ ഒരു ഈ കീടനാശിനികൾ എന്തെങ്കിലും അടിക്കണോ, അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളൊക്കെ ഈ മരത്തിന് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് മാക്സിമം വരാൻ ഒരു പ്രശ്നമുള്ളത് ഫംഗസ് വിഷം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആദ്യമേ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ഫംഗസിന്റെ മരുന്ന് ഒഴിക്കുന്നുണ്ട്. ആദ്യമേ നമ്മൾ ഫംഗസിന്റെ മരുന്ന് ഒഴിക്കണം. പിന്നെ ഒരു വർഷത്തിന് ഇടയ്ക്ക് ഫംഗസിന്റെ മരുന്ന്, മഴക്കാലത്ത് ഫംഗസ് വിഷം വരാനുള്ള മരുന്നുകൾ സ്പ്രേ ചെയ്താൽ നല്ലതായിരിക്കും. അതാണ് വരുന്ന അസുഖം. അല്ലാതെ കീടബാധ ഉണ്ടാകത്തില്ല. എന്താ കുറച്ച് കയ്പുള്ള ഇലകളാണ്, അതിന് തിന്നാൻ പറ്റത്തില്ല, അതിന് കീടബാധകളൊന്നുമില്ല. ഇതാണ് പ്രശ്നം. ഫംഗസ് അത് വലുതാ പിന്നെ മാറിക്കൊള്ളും, പിന്നെ അങ്ങ് മാറിക്കൊള്ളും. അത് ആദ്യത്തെ വളർച്ചയുള്ള ഫംഗസ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ നമുക്ക് മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഈ കുരുമുളകിനിടുന്ന വളം തന്നെ മതി ഈ മരത്തിന്. ഇതിന് പ്രത്യേകിച്ച് വളം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കുരുമുളകിന്റെ വളം തന്നെ കുരുമുളകിന് ഇടുന്നത് കുരുമുളക് എടുത്തോളും. ഇതിന് പ്രത്യേകിച്ച് വളം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാട്ടിലെ മരം പോലെ വളർന്ന വൃക്ഷമാണ്. അപ്പൊ നമുക്ക് ചോദിക്കട്ടെ, ഈ നല്ല കാറ്റത്തൊക്കെ ഒടിഞ്ഞു വീഴാനുള്ള അതിനാണ് നമ്മൾ 5 അടി അകലം കൊടുക്കുന്നത്. ഇത് മാത്രം നടുവാണെങ്കിൽ 5 അടി അകലം കൊടുക്കുന്നുണ്ടോ, കാറ്റ് തൊടിഞ്ഞു വീഴായിരിക്കാൻ വേണ്ടി. ഈ 10 അടി അകലത്തിൽ കുരുമുളക് വരുമ്പോൾ കുരുമുളകിന്റെ ഗ്യാപ്പ് കൊണ്ട് വരും, മനസ്സിലായില്ല? അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. കുരുമുളകിന്റെ ഇതും കൂടെ വരും, ഡെപ്തും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ തടി നമുക്ക് ഏത് പ്ലൈവുഡ് വ്യവസായത്തിന് വേണ്ടി ഇഷ്ടം പോലെ, അവർക്ക് തികയുന്നില്ല സാധനം, ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് മെയിൻ. അപ്പൊ നമുക്ക് ഈ മലവേപ്പെടുത്താനുള്ള 2 ഗുണങ്ങൾ, ഒന്ന് നമുക്ക് കുരുമുളക് കൃഷി നടത്താം, മറ്റൊന്ന് ഇതിന്റെ തടി വിറ്റ് നമുക്ക് കാശുമാക്കാം. തടി മാത്രം വിൽക്കാനാണെങ്കിൽ 7 വർഷം മുതൽ നമുക്ക് വെട്ടിവെക്കാം. പിന്നെ ഇതിന്റെ ആ ഒരു ഉയരം ഏതാണ്ട് കുരുമുളക് എന്നൊരു പർപ്പസ് മാത്രമാണെങ്കിൽ 20 അടി ഹൈറ്റിൽ ചെല്ലുക, നമ്മൾ കട്ട് ചെയ്യുക. അതൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ കട്ട് ചെയ്യുക. അത് വേണ്ട മറ്റ് പിന്നെ കെമിക്കലല്ലേ ചേർത്ത് അത് ചെയ്തു തരും. അപ്പൊ എല്ലാ പരിചരണങ്ങളും ചെയ്യും. അതോടുകൂടി നമുക്ക് സ്വസ്ഥമായി സുഖമായി കിടന്നുറങ്ങാം. ഈ പൈസ റബ്ബറിന് വില കുറയുന്ന പോലെ റബ്ബറിന് വില കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അടയ്ക്കയ്ക്ക് വില കുറഞ്ഞു പോയി എന്നുള്ള ടെൻഷൻ വേണ്ട. 2 ആദായം നമുക്ക് കിട്ടും. അതുപോലെ മറ്റൊരു കാര്യം, ഈ കുരുമുളക് കർഷകർക്ക് അവര് ഒരുപാട് മരക്കമ്പുകളൊക്കെ വെച്ച് നടന്നുണ്ട്. ഇത് നമ്മുടെ ആഴാന്തയാണോ? ഇത് പയ്യാനി തൈയാണ് ഇപ്പോഴത്തെ ട്രെൻഡാണ്. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആഴാന്ത തൈയാണ്. പക്ഷെ അന്ന് നമ്മുടെ പൂർവികർ ഇഷ്ടംപോലെ കൃഷി ചെയ്തിരുന്നു ആഴാന്തയിൽ. ഇപ്പൊ അതങ്ങ് പിന്നീട് പോയി. പക്ഷെ പുതിയ കർഷകർക്ക് ആഴാന്ത തൈ കിട്ടാനില്ല, പയ്യാനി കിട്ടാനില്ല. അപ്പൊ അതിനകത്ത് വേണം നടാൻ പറ്റും. ഇതും അടുത്ത വർഷം ചെയ്യാൻ പറ്റും. ഇത് നല്ല ഉയരത്തിലേ പോകും, ഇഷ്ടം പോലെ കൊടി അതിനകത്ത് പിടിക്കുകയും ചെയ്യും. ഇതിന് ഓഫർ വല്ലതും ഉണ്ടോ? ഇതിന് ഓഫർ ഇല്ല, തൽക്കാലം ഓഫർ കൊടുക്കുന്ന അവസ്ഥയല്ല. പക്ഷേ 40 രൂപയാണ് ഇത്രയും ഹൈറ്റ് ഉള്ള, ഏകദേശം 1 അടി ഹൈറ്റ് ഉള്ള സാധനത്തിന് 40 രൂപയാണ്. അപ്പൊ ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കും. 2 ഗുണമാണ് നമുക്ക് ഈ മലവേപ്പ് കൊണ്ട് ഉള്ളത്. ഒന്ന്, ഈ തടി വിറ്റ് കാശാക്കാം, അതിലൂടെ തന്നെ നല്ല ഒരു പണം സമ്പാദിക്കാൻ പറ്റും. മറ്റൊന്ന്, നമുക്ക് കുരുമുളകും ഇതിൽ കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള ആദായം എടുക്കാം. ഒരു വെടിക്ക് 2 പക്ഷി. അതുകൊണ്ട് മറക്കണ്ട, വെറും 16 രൂപ നമ്മൾ മുടക്കൂ. നല്ല ആദായമുള്ള ഈ മലവേപ്പിന് തൈകൾ സ്വന്തമാക്കാൻ ഇതാ നിങ്ങൾക്കൊരു നല്ല അവസരം ഓർഗ പ്ലാന്റ്സ് ഒരുക്കിയിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർഷകർക്ക് അവർക്ക് സംശയം തോന്നും, ചേട്ടാ ഇത് നമ്മൾ എങ്ങനെ പ്ലാന്റ് ചെയ്യും, ഇത് എങ്ങനെ നടും? അതിന് നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ട. നമ്മുടെ ഓർഗ പ്ലാന്റിനെ നിങ്ങൾ സമീപിച്ചാൽ നിങ്ങളുടെ അവിടെ വന്ന് ഇത് കുഴിയെടുത്ത് പ്ലാന്റ് ചെയ്ത് വളമിട്ട് ജലസേചന സംവിധാനങ്ങളെല്ലാം റെഡിയാക്കി തരുന്ന സംവിധാനം ഉള്ള ഒരു പ്ലാന്റ് ആണ് ഓർഗ പ്ലാന്റ്, അല്ലയോ? അതെ, നമുക്ക് ഗ്രീൻ ഓർഗ എന്നൊരു സെഷൻ വരെ ഉണ്ടായിരുന്നു. അതായത് ഓർഗ പ്ലാന്റ്സിന്റെ പുറത്ത് ഫാമിംഗ് ചെയ്യുന്ന ഒരു സെഷനാണ് ഗ്രീൻ ഓർഗ. അത് ഇതിനു വേണ്ടി നിൽക്കുന്ന ലേബേഴ്സാണ്. നിങ്ങൾക്ക് ലേബേഴ്സ് ഇല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കാം, നിങ്ങൾക്ക് കർഷകന്റെ സംശയങ്ങൾ ചോദിക്കാൻ ഞങ്ങളെ വിളിക്കാം, നിങ്ങൾ വേറെ ആരെങ്കിലും കൂടെ നടിയിച്ചു കഴിഞ്ഞാൽ അതിന് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ ഗ്രീൻ ഓർഗ എന്നൊരു സെഷൻ ഞങ്ങൾ കൊണ്ടുവരും.